ഇന്ന് ഞാൻ ദേ ഈ സാരിയൊക്കെ ഉടുത്ത് നിൽക്കുന്ന എവിടെ പോകാനെന്നല്ലേ? സാരി മാത്രമല്ല കേട്ടോ, ഞാൻ കുറച്ച് കുപ്പിവളയും എടുത്തിട്ടിട്ടുണ്ട്. അപ്പം ഞാൻ എങ്ങോട്ട് പോകാമെന്നല്ലേ? ഞങ്ങളുടെ വീടിനടുത്തുള്ള അമ്പലത്തിൽ ഇന്ന് ലക്ഷദീപമാണ്. അപ്പം അത് കാണാൻ വേണ്ടി പോവുകയാണ്. ഇത് അമ്പലക്കുളത്തിനടുത്തുള്ള വയലാണ്. നല്ല ഭംഗിയാണ് കേട്ടോ ഈ സമയത്ത് കാണാനായിട്ട്. ദേ കണ്ടില്ലേ, അമ്പലക്കുളത്തിൽ അവർ ദീപം വെച്ചിട്ടുണ്ടേ കത്തിക്കാനായിട്ട്. ആ സൂര്യന്റെ ഭംഗി കണ്ടിട്ട് ഞങ്ങൾ കുറച്ചു നേരം അവിടെ ഒന്ന് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തേ. എന്നിട്ട് നേരെ വിളക്ക് കത്തിക്കാനായിട്ട് പോയി. ശരിക്കും പറഞ്ഞാൽ ഞാൻ പ്രതീക്ഷിച്ചതിലും ആളുണ്ടായിരുന്നേ. ആള് മാത്രമല്ല, ഫുൾ ഒരു പുകമയമായിരുന്നു അതിനകത്ത്. പക്ഷെ എന്തൊക്കെ തന്നെ ആയാലും ദീപം എല്ലാം കത്തിച്ചു വന്നപ്പോൾ ചുറ്റുപാടും കാണാൻ എന്ത് ഭംഗിയായിരുന്നെന്നോ. പ്രത്യേകിച്ച് രാത്രി സമയത്ത് ദേ ഈ ലൈറ്റ് കണ്ടോ, ഇത് വെച്ചിരിക്കുന്ന ക്യാൻഡിലാണ്. അതിലവർ ഓരോരോ കളർ ആഡ് ചെയ്തിട്ടുണ്ട്. അത് കാണാൻ കുറച്ചും കൂടി ഭംഗിയായിരുന്നു. ഈ അമ്പലത്തിന്റെ പേര് തൃപ്പോരുട്ടക്കാവെന്നാണ്. ഞാൻ കുഞ്ഞിലേ തൊട്ട് ഇവിടെ വന്നാണ് പ്രാർത്ഥിക്കാറ്. ഞങ്ങളുടെ വീടിന്റെ തൊട്ടടുത്തുകൂടെയാണ്. ഇന്നിവിടെ പ്രതിഷ്ഠാ വാർഷികത്തിനോടനുബന്ധിച്ചുള്ള ലക്ഷവിളക്കായിരുന്നേ. ഇവിടുത്തെ ഉത്സവം സ്റ്റാർട്ട് ചെയ്യുന്നത് മാർച്ചിലാണ്. മീനഭരണിയാണ് ഇവിടുത്തെ ഉത്സവം. 10 ദിവസത്തെ ഉത്സവമാണ്. ഞങ്ങളാണെങ്കിൽ അവിടുത്തെ ദീപങ്ങളെല്ലാം അണയുന്നത് വരെ അവിടെ നിന്ന് കണ്ടിട്ടുണ്ടായിരുന്നേ. ആ സമയമൊക്കെ ആയപ്പോഴത്തേക്കും തിരക്ക് അത്യാവശ്യം കുറഞ്ഞിട്ടുണ്ടായിരുന്നു. ആൾക്കാരൊക്കെ പോയി തുടങ്ങിയപ്പോൾ ഈ ക്യാൻഡിലൊക്കെ കൊണ്ടുവച്ച് ഒരു പറക്കിക്കൊണ്ട് പോകുന്നുണ്ടായിരുന്നേ തിരിച്ച്. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു. അപ്പോൾ ഇനി അങ്ങോട്ട് മാർച്ചിലെ ഉത്സവത്തിന് വേണ്ടിയുള്ള കാത്തിരിപ്പാണ് ഞങ്ങൾ. ഉത്സവ വിശേഷങ്ങളും വീഡിയോസും എല്ലാം ഞാൻ എന്തായാലും എൻ്റെ ചാനലിൽ ഇടുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ബൈ ബൈ.